ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ തിരുവെഴുത്തുകളെ സ്നേഹിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 60-ൽ പരം എപ്പിസോഡുകളിൽ പ്രേക്ഷകരുടെ അനേകം ചോദ്യങ്ങൾക്ക് പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ തൃപ്തികരമായ ഉത്തരം തന്നു കഴിഞ്ഞു. ഇന്നും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം പറയുവാനായിട്ട് സാർ നമ്മളോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് പ്രോഗ്രാം സർ. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം കർത്താവിന്റെ മേശയോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നു. ഇവിടെ ശരീരത്തെ വിവേചിക്കുക എന്നതുകൊണ്ട് ആരുടെ ശരീരത്തെ വിവേചിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ചോദ്യം വീണ്ടും തുടരുന്നു. അതേ അധ്യായം 30-32 വാക്യങ്ങളിൽ ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഇവിടെ ബാലശിക്ഷ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബലഹീനത, രോഗം, മരണം ഇവ മൂന്നും ഒരുവന്റെ നിത്യജീവനെ ബാധിക്കുന്നതാണ്. ബലഹീനതയും രോഗവും മരണം കൊണ്ട് എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? വലിയ ചോദ്യം. അതെ, ചെറിയ ഉത്തരം കൊണ്ട് രക്ഷപ്പെടത്തില്ല. അതെ, വലിയ ഉത്തരം തന്നെ വേണ്ടി വരും. യെസ്. വലിയ ഉത്തരം നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ ആർക്ക് കേൾക്കാൻ താല്പര്യമെന്ന് എനിക്കറിയത്തില്ല. ഇതിന്റെ ഉത്തരം കേൾക്കാൻ ആളുകൾക്ക് മനസ്സില്ല എന്നുള്ളതോ ഇതിൽ താല്പര്യമില്ലെന്നുള്ളതോ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ ചോദ്യം ഉണ്ടാകാൻ തന്നെ കാരണം ആത്മീയ ശുശ്രൂഷകളിൽ അതിപ്രധാനമാണ് വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ. ആ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ ഇപ്പോ എൻ്റെ കാപ്പിക്കടയിലെ ചായ കച്ചവടം പോലെ ആയിരിക്കുക. ചേട്ടാ ഒരു ദോശ 2 വട, ദോശ 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 വട വട വട. നമ്മൾ ട്രെയിനിലിരിക്കുമ്പോഴേ ഇവിടെയും കാപ്പി 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 ചായ വരുമല്ലോ എന്ന് പറയുമ്പോൾ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് അങ്ങോട്ട് ഇവിടെ കൊടുത്ത് ഏതാ ഈ സംഭവം തിരുവത്താഴ് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് അപ്പം ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കാപ്പിക്കട പരിപാടിയായിട്ടാണ് ഇപ്പം ഇത് മാറിയിരിക്കുന്നത്. പിന്നെ ഇത് കൊടുക്കുന്നവർ തമ്മിലുള്ള സ്റ്റേജ് കാണിക്കുന്ന വേലകൾ. ഇന്നലെ വരെ അവർ തമ്മിൽ അടിയായിരുന്നു. ഒത്തിരിടത്തും ഒരുത്തം കമത്തി അടിക്കുകയും മറ്റവൻ ഇവനെതിരായിട്ട് പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കാൻ പോയിരിക്കുക. ഇനിയിപ്പോ സ്റ്റേജ് വന്ന് ഇവന്മാരുടെ കെട്ടിപ്പിടുത്തോ ഉമ്മ കൊടുക്കുകയും എന്ത് വേണ്ട എന്തോ പരിപാടിയാണ്. ഏറ്റവും അതിപ്രധാനമായ ശുശ്രൂഷയെ ഏറ്റവും നീചമായ രീതിയിൽ, നികൃഷ്ടമായ രീതിയിൽ, അർത്ഥരഹിതമായി ചെയ്യുന്നതിന് ചിലർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇതിലെ സങ്കടകരമായ ഒരു കാര്യം. ചോദ്യകർത്താവ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കണം എന്ന് പറയുന്നത്. പാവം ചോദ്യകർത്താവിന് ആരുടെ ശരീരത്തെ വിവേചിക്കുന്ന? സ്വന്തം ശരീരത്തെയാണോ, അതോ ഭാര്യയുടെ ശരീരത്തെയാണോ, അതോ ഭാര്യയുടെ അമ്മയുടെ അപ്പൻ്റെ ശരീരത്തെയാണോ, അതോ ഇവന്റെ അപ്പൻ്റെ അമ്മയുടെയാണോ, ഇവന്റെ പിള്ളേരുടെ ശരീരത്തെയാണോ, ഈ കൊണ്ടുവരുന്ന പാസ്റ്ററുടെ ശരീരത്തെയാണോ, ആരുടെ ശരീരത്തെ വിവേചിക്കുന്നത് യാതൊരു ബോധവുമില്ല. ഞാൻ ഇംഗ്ലീഷ് ചർച്ചിൽ പാസ്റ്റർ ആയിരിക്കുമ്പോൾ എൻ്റെ സീനിയർ പാസ്റ്റർ അന്നേ പുള്ളിയോട് 100 വയസ്സ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അന്നില്ല, ഒരു 90 വയസ്സോളമായി. ഈ വിഷയത്തെ പിന്നെ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ശരീരം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. ഈ സഭയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് വേണം തിരുവത്താഴം എടുക്കാനെന്ന്.
ഇവിടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ശരീരത്തെ വിവേചിക്കുന്നു പറയുന്നത് ഉം. സഭയെ സഭയെ പറ്റി ചിന്തിച്ചുകൊണ്ട് വേണം തിരുത്തായി എടുക്കാറുണ്ട്. ഒത്തു ഞാൻ ഈ പുള്ളിയാണ് ഇത്രയും നാളിൽ നടത്തിയത്. ഉം. എന്തോ പറഞ്ഞിട്ടാ ഒരു വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയിൽ ആ തിരുവത്താഴ ശുശ്രൂഷ എന്താണെന്നും ശുശ്രൂഷയുടെ പ്രാധാന്യത എന്താണെന്നും അത് എത്ര ഘട്ടമായിട്ട് ചെയ്യേണ്ടതാണെന്നും ആ ശുശ്രൂഷയുടെ ഓരോ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നും അവിടെ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ജനം എങ്ങനെയൊക്കെ ഇൻവോൾവ് ആകണമെന്നും ഈ കാര്യങ്ങളെപ്പറ്റി ഒന്നും യാതൊരു ധാരണയും ഒരു വലിയ സമൂഹത്തിനുള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല. അവരത് എടുക്കുന്നത് കാണുമ്പോൾ അവർക്ക് ആ ധാരണ ഇല്ല എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ അവർ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് ധാരണ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ശുശ്രൂഷയെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതുമ്പോൾ ഞാൻ കർത്താവിന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തതെന്തെന്നാൽ what I have received from the Lord, the same I have given over to you എന്നാ. That means ഈ ശുശ്രൂഷയെ പറ്റിയുള്ള അതിൻ്റെ ഡോക്ട്രിൻ ഞാൻ കർത്താവിൽ നിന്നാണ് പ്രാപിച്ചത്. 2, ഇതേ കാര്യം ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ ഇത് പറഞ്ഞിട്ട് നേരെ പോകുന്നത് എവിടെ കേട്ടാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ. അപ്പോൾ നമ്മുടെ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ ആരംഭിക്കണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം ശിഷ്യന്മാർക്ക്, വിശ്വാസികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ രാത്രി അവിടെ എന്താ സംഭവിച്ചത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഏതെങ്കിലും തിരുവത്താഴ ശുശ്രൂഷയിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആർക്കും അറിയത്തില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് യഹൂദന്മാരുടെ ഈ പെസഹ ഭക്ഷണം, പെസഹ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഒന്നാണ് ശുശ്രൂഷ, നമ്മുടെ തിരുവത്താഴ ശുശ്രൂഷ. അതെങ്ങനെ അവരുടെ പെസഹ എങ്ങനെ നമ്മുടെ തിരുവത്താഴമായി മാറി? കർത്താവും ശിഷ്യന്മാരും കൂടെ ഒരു വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് അവരുടെ പെസഹ ആചരിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അവർ എഴുന്നേൽക്കുമ്പോൾ തിരുവത്താഴ ശുശ്രൂഷ കഴിഞ്ഞ് സ്തോത്രം പാടി ഒലിവലേക്ക് പോലെ എഴുന്നേൽക്കുന്നു. ഒരു കാര്യത്തിന് വേണ്ടി ഇരിക്കുന്നു, മറ്റൊരു കാര്യം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നു. അപ്പൊ പെസഹ എവിടെയാണ് തിരുവത്താഴമായി മാറിയത്? What is the point where the Pesach meal became the Holy Communion? ഒന്ന്, ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു? 2, ഈ പെസഹ എങ്ങനെ തിരുവത്താഴമായി മാറി? 3, ഈ ശുശ്രൂഷയിൽ ആരാണ് സംബന്ധിക്കാൻ യോഗ്യൻ? Who is eligible to take part from this service? ആർക്കെങ്കിലും പെർമിഷൻ ഉള്ളൂ? വഴിയെ പോകുന്നവർക്കെല്ലാം പോയി കഴിക്കാവുന്ന സാധനമാണോ ഇത്? 4, ശുശ്രൂഷകൻ ആരായിരിക്കണം? Who should be the person who is officiating the service? 5ാമത്തെ കാര്യം, ഈ ശുശ്രൂഷ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്? 6ാമത്തെ കാര്യം,
ജനം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ മറന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു 3-4 ഫുൾ ലെക്ചറുള്ള ടോപ്പിക്സ് ആയില്ലേ. Vast. Yeah, it's very vast. ഞാനൊരു 4 ലോങ് ലെക്ചർ കൊണ്ടാണ് നമ്മുടെ സിസ്റ്റമാറ്റിക് വാല്യൂസ് ഈ ടോപ്പിക്സ് പഠിപ്പിക്കുന്നത്. Okay. 4 ലെങ്തി ലെക്ചർ. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ 5-6 ലെക്ചർ എടുക്കേണ്ടി വന്നു തീർക്കാൻ. അപ്പം ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരു കൂട്ടം ആളുകൾ അവൻ രാവിലെ എഴുന്നേറ്റ് തുണിയും കുടഞ്ഞു കൊടുത്തോണ്ടെങ്കിൽ പോരുക. എന്നിട്ട് ഉടുത്തോണ്ടാണ് തുണിയായി അതും കുടഞ്ഞു കൊടുത്തോണ്ട് ഈ പോരുക. എന്നിട്ട് തിരുവത്താഴം എടുക്കാൻ. പാസ്റ്റർ എങ്ങാണ്ട് കാപ്പിക്കടയിൽ പോയി ഒരു ബന്ന് മേടിച്ചു, പിന്നെ ജ്യൂസ് മേടിച്ചു, പാത്രം കഴുകി വെച്ചിട്ടുണ്ട്, നടത്തുക. ഈ 2 കൂട്ടർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ബോധമുണ്ടെന്ന് ചോദിച്ചാൽ 2-നും ഒരു ബോധമില്ല. പിന്നെ ഞങ്ങൾ ചെറുതിലെ ഈ കുഞ്ഞാവും ഫ്രീ ഉള്ളപ്പോഴേ അപ്പനും അമ്മയും കളിക്കും. ചിരട്ട ഉണ്ടല്ലോ, ചിരട്ടക്കകത്ത് മണ്ണ് കുത്തി കല്ലുകൊണ്ട് അടുപ്പുണ്ടാക്കി ഇതൊക്കെ വെച്ച് ഭയങ്കര കഞ്ഞിയും കറിയും അപ്പനും അമ്മയും കളിയാണ്. ഇതാണ് പല തിരുവത്താഴ് ശേഷം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഈ അടുപ്പ് കൂട്ടി കൊച്ചിലുള്ള ഈ കഞ്ഞിയും കറിയും കൂട്ടി അപ്പനും അമ്മയും കളി. നമുക്കിനി വിഷയത്തിലേക്ക് വരാം. ഞാൻ കഴിയുന്നിടത്തോടൊന്ന് പറഞ്ഞു തീർക്കാം. എല്ലാം ഒന്നും തീരത്തില്ല, എല്ലാ വിശദീകരണവും ഇല്ല. ഈ പറഞ്ഞ കാര്യം ഒന്ന് ടച്ച് ചെയ്ത് പോകാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പെസഹ ആചരിക്കാനിരിക്കുകയാണ്. പെസഹ ആചരിക്കാനിരിക്കുമ്പോൾ ഒന്ന് അവര് പെസഹായുടെ നിയമപ്രകാരം ഉള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. ആ റൂമെല്ലാം വൃത്തിയാക്കി കംപ്ലീറ്റ്. അന്ത്യത്താഴം എന്ന് പറയുന്ന അത്താഴത്തിന് ഇരിക്കുക. അന്ത്യത്താഴത്തിൻ്റെ ഒരു പടം ലിയനാർഡോ ഡാവിഞ്ചി വരച്ചുന്ന പലരും വീടുകളുണ്ട്. നല്ല പളവളാന്നൊരു മേശ. ആ മേശയുടെ ഒരു സൈഡില് 13 കസേര ഇങ്ങനെ ഇട്ടിരിക്കുന്നു. 6 കസേര 2 ഭാഗത്തോട്ട് ഒരു കസേര നടുക്ക് നമ്മുടെ കർത്താവ് ഇരിക്കുന്നു. അപ്പോൾ ലിയനാർഡോ ഡാവിഞ്ചിയുടെ പടമാണ്. നമുക്ക് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഇതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അന്ത്യാത്താഴം കഴിഞ്ഞ് 1400 years കഴിഞ്ഞപ്പോൾ ജീവിച്ചിരുന്ന മനുഷ്യനാണ് ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചിക്ക് ഈ പറഞ്ഞ സംഭവത്തെ പറ്റി ഒരു കുന്തം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അയാളുടെ മനസ്സിലെ വിട്ടിത്തരങ്ങളാണ് നമ്മൾ ഈ ഭിത്തിയെ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പൊ ഇത് മേടിച്ച് ഭിത്തിയെ തൂക്കിയിടിക്കുന്ന ഈ അച്ചാന് തന്നെ ഇതിനെ പറ്റി ഒരു കുന്തം അറിയത്തില്ല. നമുക്കിപ്പം മനസ്സിലായി. അങ്ങ് ഇത് കൂട്ടിയിടത്തില്ലല്ലോ, അല്ലേ? ഒന്ന് നമ്മുടെ ടീപ്പോ ഉണ്ട്, ചെറിയ ടീപ്പോ. നമ്മുടെ ടീപ്പോയുടെ കളരത്തിൽ ഉള്ള നീണ്ട ടേബിൾസ് ആണ്. 3 ടേബിൾസ്. 2 ഈ ടേബിളിന്റെ പുറകിൽ മാട്രസ് ഉണ്ട്. മാട്രസ് നമ്മൾ ചെറിയ മെത്ത എന്ന് പറയും പോലെ അങ്ങനത്തെ സാധനം തറയിൽ വിരിച്ചിട്ടിരിക്കുക. തറയിൽ ഇരിക്കാവും. ഇതിന് തറയിലാണ് ഇരിക്കേണ്ടത്. കസേരയിൽ ഇരിക്കാൻ പെർമിഷൻ ഇല്ല, കട്ടിലിൽ ഇരിക്കാനും പെർമിഷൻ ഇല്ല. ഇരിക്കുമ്പം എങ്ങനെയും കയറി ഇരിക്കാനൊക്കത്തില്ല. 2 കാല് വലത്തോട്ട് ചിരിക്കണം. 2 കാല് ഒരേ സൈഡ് വച്ചിട്ട്, അപ്പം ഇടത് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് താങ്ങണം തല. ആ പൊസിഷനിൽ ഇരിക്കാവും. വള്ളത്തോൾ അയാളുടെ മഗ്ദലന മറിയത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്.
തെല്ലിടത്തോട്ടൊഴിഞ്ഞുണ്മാനിരിപ്പായി സല്ലീലനീശ്വരൻ നിത്യതൃപ്തനെന്ന്. വള്ളത്തോൾ നാരായണ പാസ്റ്റർ അല്ല, നാരായണ മേനോൻ. മേനോൻ അറിയാമായിരുന്നു എന്താ ഇതെങ്ങനെ ഇരിക്കേണ്ടത്. ഓക്കെ, ഇനി ഈ വിരിച്ചൊരുക്കിയ മേശയില് ഇവര് വീഞ്ഞ് ഒന്ന്, അതിനുശേഷം തീയിൽ ചുട്ട അപ്പം, പുളിപ്പില്ലാത്ത അപ്പം, ദെൻ ബിറ്റർ ഹെർബ്, കയ്പചീര, അതിനുശേഷം ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഡ്രൈഡ് നട്ട്സ്, ദെൻ തീയിൽ ചുട്ട പെസഹ കുഞ്ഞാടിന്റെ മാംസം. ഇത്ര ഒരുക്കി വെക്കും. നല്ല മെറ്റിക്കുലസ് ആയിരിക്കണം, ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കരുത്. അപ്പം ഇവരെല്ലാം ഒരുമിച്ച് കയറി വരും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും തൻ്റെ ശിഷ്യന്മാരും കൂടെ കയറി വരുന്നു. കയറി വന്നിട്ട് അപ്പോൾ അവിടെ ഇരിക്കുന്ന വീഞ്ഞ് എടുത്തിട്ട് ഇത്രയുള്ള അളവ് പാത്രമുണ്ട്, ചെറുത്, ഓരോന്നും 12 പേർക്കും. അതിനകത്ത് ഈ വീഞ്ഞ് ഒഴിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുന്നു. ഓരോരുത്തർക്ക് കൊടുക്കുന്നു. അവരത് കുടിച്ചുകൊണ്ട് ഇരിക്കും, ഈ മാട്ടസലിരിക്കും. എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇതിലേറ്റവും പ്രായം കുറഞ്ഞ ആള് ഒഫീഷ്യേറ്റ് ചെയ്യുന്ന ആളിനോട് ചോദിക്കും, നമ്മൾ എന്തിനാണ് ഇന്ന് രാത്രിയിലൂടെ കൂടിയിരിക്കുന്നത്? എന്തിനാണ് ഇന്ന് രാത്രിയിലൂടെ കൂടിയിരിക്കുന്നത് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ മറുപടിയായിട്ട്, ഇവർ മിസ്രയീമിൽ നിന്ന് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയ കാലം മുതൽ ദാറ്റ് നൈറ്റ് വരെ ഇസ്രായേലിന്റെ ജീവിതത്തിലെ സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കണം, സംക്ഷിപ്തമായി കേൾപ്പിക്കണം, വിശദമായിട്ട് കേൾപ്പിക്കണം. അതുകൊണ്ടാണ് ഇസ്രായേൽ ജാതിക്ക് അവരുടെ ഹിസ്റ്ററി നല്ലതുപോലെ അറിയാവുന്നത്. ഒരു 2 തലമുറയ്ക്കപ്പുറം നമ്മുടെ ഹിസ്റ്ററി നമുക്കറിയത്തില്ല. 3 തലമുറയ്ക്കപ്പം അറിയാവുന്നവർ വളരെ കുറവാണ്. പക്ഷെങ്കിൽ ഏതൊരു യഹൂദനോട് ചോദിച്ചാൽ അബ്രഹാം മുതൽ അവൻ കണക്ട് ചെയ്യും. ഹിസ്റ്ററി അതുപോലെ അവർക്കറിയാം, കുടുംബ പാരമ്പര്യം. അപ്പം ഇതെല്ലാം പറഞ്ഞ് അവരിങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് ഈ ശുശ്രൂഷകൻ അവിടെ വച്ചിരിക്കുന്ന അപ്പം എടുക്കും. അപ്പം എടുത്തിട്ട് ഈ പബ്ലിക്കിനോട് പറയും, ഈ അപ്പം നമ്മുടെ പിതാക്കന്മാർ മിസ്രയീമിൽ കഴിച്ച കഷ്ടത്തിൻ്റെ അപ്പത്തിൻ്റെ ഓർമ്മയാകുന്നുവെന്ന്. This bread is in remembrance of the bread of affliction that our fathers had when they were in Egypt. അത് കഴിഞ്ഞ ശേഷമാണ് അപ്പം വാഴ്ത്തുക എന്ന സംഭവത്തിലേക്ക് വരുന്നത്. അപ്പം വാഴ്ത്തുന്ന വാഴ്ത്തി 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 ഇതാ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു വാഴ്ത്തുന്നു. എന്താ പറഞ്ഞു ഈ പറഞ്ഞു കേൾക്കുന്നവർ വരത്തില്ല. ഇപ്പം വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ ബാരൂഖ് അറ്റഹ് അഡനായി എലോഖൈനു മെലേക്ക് ഒലാം ഹമോത്സി ലഖം മിൻ ഹഅററ്റ്സ്. ഇത്രയും പറയണം, ദൈവത്തോട് പറയാ, സകല ലോകത്തിൻ്റെ രാജാവ്, എൻ്റെ കർത്താവുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് കഴിക്കുന്നതിന് ഭൂമിയിൽ നിന്ന് ഈ അപ്പം ഉളവാക്കി തന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ.
അപ്പത്തെ അല്ല വാഴ്ത്തിയത്. ഉം. അപ്പത്തെ എങ്ങനെ അനുഗ്രഹിക്കാൻ പറ്റുന്നത്? ഉം. അതൊരു ഭക്ഷണ സാധനമല്ലേ, നമുക്ക് അതിനെ അനുഗ്രഹിക്കാൻ പറ്റുമോ? അതെ. ഉം. അല്ലേ? ഇത് ഞങ്ങൾക്ക് ഉളവാക്കത്തുന്ന അങ്ങ് അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവത്തോട് പറഞ്ഞു. ഉം. അതിനുശേഷം അത് മുറിച്ച് ഓരോരുത്തർക്കായിട്ട് കൊടുക്കും. ഉം. കൊടുക്കുന്നുണ്ടേ അവിടെ ഒരു സോസ് വെച്ചിട്ടുണ്ട്. ഉം. ആ സോസിനകത്ത് മുക്കി ഓരോരുത്തർ കഴിക്കും. അപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പെസഹ ഇതിലും അത്രയും സംഭവിച്ചു കഴിഞ്ഞു. ഉം. റൈറ്റ്, ക്ലിയർ. അത് കഴിഞ്ഞ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഉം. തനിക്ക് ഭവിക്കാനുള്ള കഷ്ടതയെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് ഏറെ സമയം പോയി. ഉം. ഏറെ സമയം പോയപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വീഞ്ഞ് കരങ്ങളിലെടുത്തു. ഉം. യഹൂദന്മാരുടെ മഹാപുരോഹിതൻ ആണെങ്കിൽ ഉം. പറയും, ഈ പാനപാത്രം ഉം. നമ്മുടെ പിതാക്കന്മാർ മിസ്രൈമിൽ കഴിച്ച കഷ്ടത്തിന്റെ പാനപാത്രത്തിന്റെ ഓർമ്മയാകുന്നു. ഉം. ഇനി വീഞ്ഞ് വാഴ്ത്താൻ പോവാണ്. സ്വോത്രം സ്വോത്രം സ്വോത്രം, വാഴ്ത്തുന്നു പറഞ്ഞ് വീഞ്ഞ് വാഴ്ത്തുകയില്ല. ഉം. സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ ഞങ്ങളുടെ ദൈവമേ, ഉം. ഞങ്ങൾക്ക് കഴിക്കുവാൻ ഈ മണ്ണിൽ നിന്ന് ഈ മുന്തിരിയുള്ള വല്ലൊരു അനുഭവം തന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. ഉം. ഇത് പറഞ്ഞിട്ട് ഈ ചെറിയ കപ്പിൽ ഓരോരുത്തർക്ക് കൊടുക്കും. ചെറിയ കപ്പിൽ ഓരോരുത്തർക്ക് ഉം. അവർ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉം. ഒരു പ്രാവശ്യം അപ്പം കൊടുത്തു, ഒരു ഒരു പ്രാവശ്യം പ്രാവശ്യം വീഞ്ഞ് കൊടുത്തു, പാനപാത്രം. ഉം. പാനപാത്രം കൊടുത്തു. എന്നിട്ട് കർത്താവ് ഇങ്ങനെ ഉം. എല്ലാവരും നോക്കിയപ്പം പരസ്യനാട് ഭയങ്കര ഡസ്റ്റിയാ. ഉം. ഭയങ്കര ഡസ്റ്റ്, അന്നും ഇന്നും. ഉം. അപ്പം വരുന്നവര് ചെരുപ്പ് പുറത്തിട്ടിട്ട് കാല് നല്ലോണം കഴുകിയിട്ട് അകത്ത് കയറാവും. ഉം. കർത്താവ് നോക്കിയപ്പോൾ അതിൻ്റെ ശിഷ്യന്മാരുടെ കാല് ക്ലീൻ ഇനഫ് അല്ല. ഉം. എന്തുകൊണ്ടറിയാം? അവര് കാല് രണ്ടും മടക്കി പുറമോട്ടാണ് വെച്ചിരിക്കുന്നത്, ഉം. സൈഡിലോട്ട്. കണ്ടോ? അപ്പൊ ഉം. അവരുടെ കാല് തൊട്ടടുത്ത ആളിന്റെ മുഖത്തോട്ടാണ് പോകുന്നത്. അതെ, ഫേസ് ചെയ്യും. ഉം. ഞാൻ ഇങ്ങനെ കുഞ്ഞിരിക്കല്ലേ, അതെ. മറ്റേ ആളിന്റെ മുഖത്തോട്ടല്ലേ എൻ്റെ ഉം. കാലിനടുത്തല്ലേ ചെല്ലുന്നേ. അപ്പൊ അവിടെ നിന്നുള്ള ഡേർട്ട്, ഡസ്റ്റ്, ഉം. മേ ബി സ്മെൽ എന്നെ അഫക്റ്റ് ചെയ്യാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ സ്ഥാനവസ്ത്രം ഊരി വെച്ച് റാബായി ഉം. ഒരു ടവലെടുത്ത് അരയിൽ ചുറ്റി, ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു. ഈ സോപ്പും കഴുകാനുള്ള വൃത്തിയാക്കുന്നുണ്ട്, സ്പഞ്ചും തുടയ്ക്കാനുള്ളതെല്ലാമായിട്ട് ഓരോരുത്തരുടെയും കാൽക്കൽ പോയി ഇരുന്നു. ഉം. ഇരുന്നിട്ട് കാല് വീണ്ടും കഴുകി തുടച്ചു. പത്രോസിനടുത്ത് പത്രോസ് എൻ്റെ കാല് തുടയ്ക്കണമെന്ന് പറഞ്ഞു. ഉം. പറഞ്ഞു, ഞാൻ നിന്റെ കാൽ കഴുകുന്നില്ലെങ്കിൽ ഇരിക്കുന്നതിനോടുകൂടെ. നമ്മൾ തമ്മിൽ പങ്കുപോകരുതെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരുപാട് ആത്മീയ അർത്ഥമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഓക്കെ. നമുക്കിവിടെ സമയമില്ല. യെസ്. പീറ്റർ, ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ക്ലെൻലിനെസ്സിൽ നീ ക്ലീൻ ആണ്. പഴയ നിയമത്തിന്റെ വിശുദ്ധിയുടെ നിലവാരത്തിൽ നീ ക്ലീനാ. പക്ഷെ ഇവിടെ വേറൊരു പ്രമാണം ആരംഭിക്കാൻ പോവാ. ആ പ്രമാണം അനുസരിച്ച് നീ ക്ലീൻ അല്ല. നീ ഇനിയും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. സപ്പോസ് നോട്ട്, ഇല്ലെങ്കിലോ നിനക്ക് ഞാനുമായിട്ട് പങ്ക് ഓഹരി ഇല്ലെന്ന്. നിന്റെ വിശുദ്ധിയുടെ നിലവാരമാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ, ഞാൻ പറയുന്ന വിശുദ്ധിയുടെ നിലവാരത്തേക്ക് നിനക്ക് വരാൻ ഒക്കത്തില്ലെന്നുണ്ടെങ്കിൽ
പത്രോസെ, നീയും ഞാനുമായിട്ട് പങ്കും ഓഹരിയില്ല. ഓഹരിയില്ല. ഫിനിഷ്. ഉം. എന്റെ കാലം കംപ്ലീറ്റ് കഴിയൊക്കെ പറഞ്ഞു. ഉം. ഈ പുള്ളി അങ്ങനെ കുളിച്ചിരിക്കുന്നവനെ. കുളിച്ചിരിക്കുന്നത് കാലല്ലാകേണ്ട ആവശ്യമില്ല. ഉം. Then there is a question. Are we not clean enough, Master? ഉം. No. One of you is not clean enough. ഉം. നിങ്ങൾ ഒരാള് ക്ലീൻ ചു- ഇനഫ് അല്ല. ഉം. ആരാ? യൂദാചൻ. ഇസ്കരി- ഉം. യൂദാചൻ അല്ലേ? യൂദാചൻ ക്ലീൻ ഇനഫ് അല്ല. ഇതിനോടകം അവർ 2 പ്രാവശ്യം വീഞ്ഞ് കഴിച്ചു കുടിച്ചു. ഉം. അല്ലേ? ഉം. കർത്താവ് തിരികെ വന്നു. ഇനി അന്ന് രാത്രി താൻ പിടിക്കപ്പെടുന്ന വിഷയത്തെ പറ്റി പറയാൻ തുടങ്ങി. ഉം. പറഞ്ഞ് നിങ്ങളുടെ ഒരുത്തിന് എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഉം. ഇവർക്ക് ഭയങ്കര വിഷമായി പോയി. ഉം. ഒരാൾ ഞങ്ങളുടെ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നത് ഉം. എന്തുവാ? ഭാര്യയെ ഉപേക്ഷിച്ചു, മക്കളെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ കളഞ്ഞെന്നല്ല, വിട്ട് വിട്ട് വിട്ട്. അവരുമായിട്ട് എന്തില് പ്രസാദം കഴിക്കേണ്ടത്? ഉം. ഇവര് വീട്ടിലുണ്ടായിരിക്കേണ്ടതല്ലേ? അതെ അതെ. അതെല്ലാം കളഞ്ഞ് കർത്താവിന്റെ പുറകെ തിരിച്ചല്ലേ? ഉം. ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചതല്ലേ പറഞ്ഞേ? അതെ അതെ. ഉം. ആ കർത്താവിനെ ഞങ്ങളുടെ ഒരുത്തം കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഉം. കഴിക്കാൻ പറ്റുന്ന കാര്യമാണോ? അവള് നെഞ്ചു തടിച്ചു പോയി. കർത്താവ് ഒരു ഭയങ്കര വിഷമത്തിലായിരിക്കുമ്പോൾ ഉം. കർത്താവ് എന്ത് ചെയ്തു? വീണ്ടും അപ്പം എടുത്തു. ഉം. അപ്പം എടുത്തിട്ട് ഇത് നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ കഴിച്ച കഷ്ടത്തിന്റെ അപ്പത്തിന്റെ ഓർമ്മയാവുന്നത് പറഞ്ഞു. ഉം. വാഴ്ത്തി ബാരു കടനായ ലോകം ഹമോത്സി ലഖം ബിൻ ഹാരറ്റ്സ് എന്നുള്ള സെന്റൻസ് മുഴുവൻ പറഞ്ഞിട്ട് ഉം. ഓരോരുത്തർക്കും മുറിച്ചൊരു കഷ്ണം കൊടുക്കും. ഉം. ഒരു ചോദിക്കും, ലോർഡ്, am I the one who would betray you? ഞാനാണോ ഒറ്റി കൊടുക്കുന്നത്? നീ അല്ല. ഇങ്ങനെ ഓരോരുത്തർക്കും പറഞ്ഞു ലാസ്റ്റിലേക്ക് ചെയ്യാൻ നമ്മുടെ യൂദാചാൻ. ഉം. എല്ലാരും യൂദാചൻ ചോദിച്ചാലേ മോശമില്ലേ? ഉം. ഞാനാണോ? നീയാണ്. ഉം. നീയാണ്. ഉം. അപ്പം മുക്കി കയ്യിലോട്ട് കൊടുത്തു. ഉം. ഈ മൊമെന്റിൽ സാത്താൻ അവന്റെ ഉള്ളിൽ കടന്നു. അതെ, ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ നിൽക്കണം. ഇവന്റെ ഭാവം മുഴുവൻ മാറി. ഇവൻ എന്ത് ചെയ്യും, അങ്ങനെ പ്രതികരിക്കും ഒന്നും ഇവൻ അറിയത്തില്ല. കർത്താവിനോട് നീ ചെയ്യാനുള്ള വേഗത്തിൽ പോയി ചെയ്യാൻ പറഞ്ഞു. അവനെ അവിടെ നിന്ന് വിടുക. അപ്പോ മറ്റുള്ളവർ വിചാരിച്ചു ഈ വെളുക്കോളം ഭിക്ഷക്കാരിങ്ങനെ വഴി നടക്കും. സമയത്ത് അവർ യഹൂദന്മാരല്ല, മറ്റു ജാതിക്കാർ ഇവിടെ ഭിക്ഷയ്ക്ക് വരും. ഇവർ ഔദാര്യമായിട്ട് കൊടുക്കണമെന്ന് ഇവർക്ക് നിയമമുണ്ട്. ദരിദ്രർക്ക് ധാരാളമായിട്ട് കൊടുത്തോണമെന്ന. അതിനുവേണ്ടി ചില്ലറ മാറി ഇവർ വരുന്നത്. അപ്പം കർത്താവ് ഇങ്ങനെ കൂടെ ഇവന്റെ പറഞ്ഞേക്കടാ, ആ പാവങ്ങൾക്ക് ചില പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് പോയതായിരിക്കുമെന്ന് ഇവര് വിചാരിച്ചു. മറ്റ് ശിഷ്യന്മാർ വിചാരിച്ചു. Atmosphere absolutely tensed. അപ്പൊ കർത്താവ് 3-ാമത്തെ പ്രാവശ്യം അപ്പം എടുത്തു. അപ്പം എടുത്തിട്ട് പറയേണ്ടത് നമ്മുടെ പിതാക്കന്മാർ മിസ്രൈമിൽ കഴിച്ച കഷ്ടത്തിന്റെ അപ്പത്തിന്റെ ഓർമ്മയാകുന്നതെന്ന. പക്ഷെ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീനെന്ന് പറഞ്ഞു. ഈ ശിഷ്യന്മാരങ്ങ് തകർന്നുപോയി. Are we going to eat our blessed Lord's bread, body?
ഉം. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതിരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇത് മുമ്പ് കർത്താവ് പറഞ്ഞതാ, അവർക്ക് ഓർമ്മ വരുന്നു. അപ്പൊ കണ്ണുനീരോട് ഓരോരുത്തർ വന്ന് ഇതിൽ വാങ്ങി കഴിക്കുക. അതിനുശേഷം കർത്താവ് പാനപാത്രം എടുത്തു. യൂദാ ഭക്ഷിച്ചില്ല. അവനെ ഇറക്കി വിട്ടിട്ടാണ് തുടങ്ങുന്നത്. അതെ, മൂന്നാമത്തേത്. ഓക്കെ. കണ്ണുനീരോടെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പാനപാത്ര കരകൾ എടുത്തു. പറയേണ്ടത്, ഇത് നമ്മുടെ പിതാക്കന്മാർ മിസ്രൈമിൽ വെച്ച കഷ്ടത്തിന്റെ പാനപാത്രത്തിന്റെ ഓർമ്മയാകുന്നു എന്നാ. പക്ഷെ പറഞ്ഞപ്പോ എന്തായി? ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിൽ പുതിയ നിയമമാണ്. Now receive and drink from it. അതിന്റെ സീരിയസ്നെസ്. അവര് പെസഹ കഴിച്ചുകൊണ്ടിരിക്കുന്ന പെസഹ അവർ ഇതുവരെ കേട്ടില്ലാത്ത വേറെ വെക്കാബുലറിയിലേക്ക് മാറി. ഇതുവരെ കേട്ടില്ല അങ്ങനെ വെക്കാബുലറി. സ്റ്റേറ്റ്മെന്റ് മാറി. ഇത് വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയാണ്, നമ്മുടെ കമ്മ്യൂണിയൻ. യൂദായ്ക്ക് പങ്കില്ല. ഈ സംഭവം അറിയാവുന്ന ആൾക്കാർ യൂദായും തിരുവത്താഴം എടുത്തായിരുന്നല്ലോ. എടാ, അവൻ എന്തുവാ കഴിച്ചത്? അവൻ കഴിച്ചത് പെസഹയാണ്. ആ പെസഹ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 4 പ്രാവശ്യവും അപ്പവും വീഞ്ഞും വാഴ്ത്തണം. പെസഹ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. സെക്കൻഡ് റൗണ്ട് വരെ അവനുണ്ടായിരുന്നു. ആര്? യൂദാ. സെക്കൻഡ് റൗണ്ട് ചെയ്യുമ്പോൾ യൂദാ ഇറക്കി വിട്ടു. ഇപ്പൊ ആരേ ഉള്ളൂ? ശിഷ്യന്മാരും കർത്താവേ ഉള്ളൂ. അപ്പൊ തേർഡ് റൗണ്ട് എന്താക്കി മാറ്റി? വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയാക്കി മാറ്റി. വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയാക്കി മാറിയത് എങ്ങനെ? കേട്ടോ, അതുവരെ അവർ മിസ്രൈമിലെ കഷ്ടതകളെ പറഞ്ഞിട്ട് ആ കഷ്ടതയുടെ ഓർമ്മയായിട്ടാണ് ഈ അപ്പവും വീഞ്ഞും കൊടുത്തെങ്കിൽ, ഇപ്പോ ആ ടോക്ക് തീർന്നു. ദ ഡയലോഗ് ഈസ് കംപ്ലീറ്റഡ്. പകരം വേറെ ടോപ്പിക്സ് എടുത്തു. അവർക്ക് വേണ്ടി കഷ്ടങ്ങളാൽ തികഞ്ഞവനാകാൻ പോകുന്ന കർത്താവിന്റെ ക്രൂശിലിറങ്ങും. Got the point? ഇതുവരെ അവർ ഫോക്കസ് ആയിരുന്നത് അവരുടെ പിതാക്കന്മാരുടെ കഷ്ടത്തെ പറ്റിയായിരുന്നെങ്കിൽ അവരുടെ മുമ്പിൽ വേറൊരു ശരീരം വന്നു. അത് അവർക്ക് വേണ്ടി തകർക്കപ്പെടുന്ന കർത്താവിന്റെ ശരീരം. മനസ്സിലായോ? ആ ശരീരത്തെ പറ്റി, ആ ശരീരത്തിൽ ഏൽക്കാൻ പോകുന്ന കഷ്ടതകളെ പറ്റി മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. ഇപ്പൊ ഫോക്കസ് എന്തിന്മേലാണ്? തകർക്കപ്പെടാൻ പോകുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ പറ്റിയാണ് ഫോക്കസ്. അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തോടാണ് എന്താ കൊടുത്തത്? വിശുദ്ധ തിരുവത്താഴം കൊടുത്തത്. ആർക്കല്ല? മിസ്രൈമിലെ കഷ്ടത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നവർക്കല്ല. ഫോക്കസ് മാറി. ഇനിയും 4ാമത് ഒരു റൗണ്ട് കൂടെ ഉണ്ട്. 4ാമത്തെ റൗണ്ട് എടുത്ത് കൊടുക്കുന്നതിന് മുൻപ് 3ാമത്തെ റൗണ്ട് വീഞ്ഞ് വാഴ്ത്തി കർത്താവ് പറഞ്ഞു, ഇനി നിങ്ങളോടുകൂടി എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ പുതുതായി കുടിക്കുന്നവരും ഞാൻ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കുകയില്ല. What does it mean? It means, number 1, അത് തീർക്കാത്ത, ഫിനിഷ് ചെയ്യാത്ത ഒരു ശുശ്രൂഷയാണ്. 3ാമത്തെ റൗണ്ടാ. ഈ 4 റൗണ്ട് വീഞ്ഞിനും 4 പേരാണ്. 4 റൗണ്ട് വീഞ്ഞിന് 4 പേരാ. ഇതിൽ 3ാമത്തെ റൗണ്ട് വീഞ്ഞ്
ഗോലിയാണ്, വീണ്ടെടുപ്പിന്റെ വീഞ്ഞ. ഉം. വീണ്ടെടുപ്പിന്റെ വീഞ്ഞ്. ഒന്ന് മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കേണ്ടതാണ്. ഉം. രണ്ടാമത്തെ വിടുവിച്ചതിന്റെ വീഞ്ഞാണ്. ഉം. മൂന്നാമത് വീണ്ടെടുപ്പിന്റെ വീഞ്ഞ. ഉം. നാലാമത്തെ ദൈവസന്നിധിയിൽ ചേർക്കുന്നതിന്റെ വീഞ്ഞ. ഓക്കേ. ഇത് ഓക്കേ. നാല് പേരുകളാണ്. 4 പേരുകൾ. അപ്പൊ ഇത് വീണ്ടെടുപ്പിന്റെ വീഞ്ഞ. വീണ്ടെടുപ്പിന്റെ വീഞ്ഞ് നിങ്ങൾ തുടരണം. ഏതുവരെ തുടരണം? കർത്താവിന്റെ വരവ് വരെ. 4ാമത്തെ കപ്പ് കഴിക്കാൻ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കും. അത് ഇവിടെ വെച്ചല്ല, അത് അവിടെ വെച്ച് എൻ്റെ പിതാവിന്റെ രാജ്യത്തില. അപ്പം അതാണ് എൻ്റെ ഇമ്മീഡിയസി, എൻ്റെ ഇത് പറയുന്നത്. അത് പിന്നെ ഇമിനൻസി എന്ന് പറയും. The Lord can call you back to heaven any time for the 4th cup. ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് 113, 14, 15 സങ്കീർത്തനങ്ങൾ ഒരു കൈയടിച്ച് പാടും. അതിന് സ്തോത്രഗീതങ്ങൾ എന്ന് പറയുന്നത്. ശുശ്രൂഷ കഴിഞ്ഞിട്ട് 16, 17, 18 സങ്കീർത്തനങ്ങൾ കൈയടിച്ച് പാടും. അതിന് സ്തോത്രഗീതം എന്ന് പറയുന്നത്. അവർ സ്തോത്രഗീതം പാടി ഒലിവലേക്ക് പോയി. നമ്മൾ ശുശ്രൂഷിക്കും സ്തോത്രം 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 സ്തോത്രഗീതം പാടി. മനസ്സിലായോ? ഇത് ചെയ്യേണ്ടത് അപ്പോസ്തലന്മാരാ, അപ്പോസ്തോലിക് മിനിസ്ട്രി ഉള്ളവരാണ്. പൗരോഹിത്യ മിനിസ്ട്രി ഉള്ളവരെ ചെയ്യാവൂ. കേട്ടല്ലോ? അതിന്റെ ഒന്നാമത്തെ റിക്വയർമെന്റ്, he should be holy. വിശുദ്ധനായിരിക്കണം. വിശുദ്ധിയുടെ പ്രമാണം നല്ലതുപോലെ അറിയാവുന്നവനായിരിക്കണം ഇത് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷ. ഇത്രയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടെ നടന്ന കാര്യം. അവരുടെ ശുശ്രൂഷ തീർന്നല്ലോ, അവിടുത്തെ കാര്യം തീർന്നല്ലോ. ഇത് നമ്മുടെ എല്ലാ തിരുവത്താഴ ശുശ്രൂഷയും പറഞ്ഞു കേൾപ്പിക്കാൻ ഒക്കത്തില്ല, സമയമില്ല. കാരണം നമുക്ക് ഒരു 1.5 മണിക്കൂർ എടുത്താൽ തിരുവത്താഴത്തിന്റെ ശുശ്രൂഷ തീരത്തില്ല, എല്ലാം പറഞ്ഞു പോകണം. പക്ഷെ ആളുകളെ കൂടെ കൂടെ പറഞ്ഞ് ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി നിന്ന് പ്രത്യേക ക്ലാസ് വെക്കുന്ന തിരുവത്താഴത്തിന്റെ കൂടെ കൂടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക്, പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥന വീക്കെൻഡ് വരുന്നുണ്ട്, തിരുവത്താഴത്തെ പറ്റിയുള്ള ക്ലാസ് എടുക്കും. ഞായറാഴ്ച തിരുവത്താഴം ഉണ്ടല്ലോ അല്ലേ? ഉപവാസ പ്രാർത്ഥന വീക്കെൻഡ് ഉപവാസ പ്രാർത്ഥന ഉള്ളിടത്ത് ലാസ്റ്റ് പ്രീവിയസ് നൈറ്റിലെ ഇതിന്റെ ക്ലാസ്സാണ്. രാവിലെ ആൾക്കാർക്ക് അറിയാം എങ്ങനെ ഒരുങ്ങി വരണം എന്നുള്ളത്. ഫസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഇനി സെക്കൻഡ് പാർട്ട്. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയും കർത്താവിന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അപ്പൊ ഇത് എടുക്കണമെങ്കിൽ യോഗ്യത വേണം, അല്ലേ? എന്താണ് യോഗ്യത? ക്വസ്റ്റ്യൻ. ഇത് ആർക്കാ കൊടുത്തത്? അവർക്ക് നോക്കണം, അവരുടെ യോഗ്യത നോക്കണം. ഇത് ആർക്ക് കൊടുത്തു, അവരുടെ യോഗ്യത അറിയേണ്ടത്. നമുക്കറിയാവില്ല യോഗ്യത എന്താണെന്ന്. പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000 പേര് സ്നാനപ്പെട്ടു. അവരുടെ പ്രത്യേകത ഒന്ന്, അവർ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടു. അവരോട് പത്രോസ് പറഞ്ഞു, പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ. അവർ സ്നാനമേറ്റു. അവരോട് പറഞ്ഞു, ലോകത്തിന്റെ വഴികളിൽ നിന്ന് മാറി വേർപെട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിന്റെ വേർപാടനുസരിച്ച്. അതിനുശേഷം അവരോട്, നിങ്ങൾ തോന്നി നടക്കാൻ ഒക്കത്തില്ല, ഇവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശമുണ്ട്. ഡോക്ടർ ഓഫ് ദി അപ്പോസ്റ്റൽസ്, ഡോക്ടർ ഓഫ് ദി അപ്പോസ്റ്റൽസ്. ഇഷ്ടംപോലെ ബൈബിൾ ക്ലാസ് ഉണ്ട്, ഇഷ്ടം പോലെ. ഇപ്പൊ 3-4 പേര് അവരുടെ വീട്ടിലൊരു ബൈബിൾ ക്ലാസ് നടത്തുക. അവിടുത്തെ അച്ഛൻ, അവിടുത്തെ പഠിപ്പിക്കുന്ന ആള് മട്ടത്തുള്ള തന്നെ അച്ഛൻ പറഞ്ഞു, അച്ഛനൊന്നും അറിയത്തില്ലല്ലോ. തന്നെ ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡി ഉണ്ട്, ഗ്രൂപ്പ് എല്ലായിടത്തും ഗ്രൂപ്പുകളാണ്. അവിടെ അങ്ങോട്ട് പോകേണ്ടി.
ഡോക്ട്രിൻ ഓഫ് ദി അപ്പോസ്റ്റൽസ്. ഉം. എനിക്ക് വളരെ കോൺഫിഡൻസ് ആയിട്ട് പറയാൻ കഴിയും, അപ്പോസ്തോലിക് മിനിസ്ട്രി ഉള്ള ഒരാളാണ് ഞാൻ. ഉം. ഞാൻ ചെയ്യുന്ന അപ്പോസ്തോലിക് മിനിസ്ട്രിയാണ്. ഉം. അപ്പോസ്തോലിക് മിനിസ്ട്രി ഉള്ള ഒരാൾക്ക് വചനത്തിന്മേൽ അധികാരമുള്ളൂ. Yes. ഉം. വചനം ഡിസീഫർ ചെയ്യാനുള്ള അധികാരമുള്ളൂ, ഉം. പൊരുൾ തിരിക്കാൻ. അല്ലാത്തവർക്കില്ല. ഉം. അപ്പോസ്തലൻ പറയുന്നത് കേട്ട് പറയാമെന്നല്ലാതെ ഉം. അവർക്ക് വചനം ആധികാരമായിട്ട് പൊരുൾ തിരിക്കാനുള്ള റൈറ്റ് ഇല്ല. ഉം. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കണം. ഇനി മീറ്റിംഗ് കൂടെ ചർച്ചിൻ്റെ മീറ്റിംഗ് ഉണ്ടല്ലോ, ഉം. ഫാസ്റ്റിംഗ് പ്രെയർ, ബൈബിൾ സ്റ്റഡി, കൊട്ടേജ് മീറ്റിംഗ്, ഉം. മറ്റ് പ്രയർ മീറ്റിങ്ങുകൾ, ഉം. മീറ്റിംഗ് അല്ലേ? മീറ്റിങ്ങിന് വരണം, കൂട്ടായ്മ ആചരിക്കണം. ഉം. പഞ്ചുകൂട്ടം കാര്യങ്ങളായില്ലോ. അതെ അതെ. മനസ്സാന്തരപ്പെടണം, മാനസാന്തരം, വേർപാട് വേർപാട്, മോചിക്കണം, അപ്പോസ്തലന്മാരുടെ ഉപദേശം ഉപദേശം കേൾക്കണം, കേൾക്കണം, കൂട്ടായ്മ കൂട്ടായ്മ. ആചരിക്കണം. ഈ 5 കാര്യങ്ങൾ നിനക്ക് ചെയ്താൽ 6ാമത്തെ അപ്പം നുറുക്ക് ശുശ്രൂഷ അതിനകത്ത് പ്രവേശിക്കാം. ഉം. Correct. ഈ 5 കാര്യത്തിൽ ഈ പുള്ളിയെ കണ്ടിട്ടില്ല. ഉം. ഉം. പുള്ളി ഞായറാഴ്ച റെഡിയായി വരിക എന്തിന്? അപ്പം തിന്നാൻ. ഉം. No. ഉം. അപ്പോൾ യോഗ്യത പറഞ്ഞു ഉം. അല്ലേ? യോഗ്യത പറഞ്ഞു. ഇനി നമ്മൾ ശുശ്രൂഷ ക്രമത്തിലേക്ക് വരാൻ പോവാണ്. ഉം. നമ്മുടെ വിശുദ്ധ സഭായത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണെങ്കിലും ഉം. ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു ക്രമീകരണമുണ്ട്. ഉം. ഇരിക്കുന്ന ഇരിപ്പിൽ. കാരണം ആ ശുശ്രൂഷ എടുക്കാത്ത ആളുകൾ ഉം. ഇതിനകത്ത് മാറിപ്പോണം, പുറകോട്ട് മാറിയിരിക്കണം. ഉം. ശുശ്രൂഷ എടുക്കുന്നതിലും ആളുകൾ മാത്രം മുന്നോട്ടിരിക്കണം. അതെന്തിനാ? ഉം. എന്തിനാന്നുള്ള ഉത്തരം പറയാം. ഇത് ഉം. വിശുദ്ധ വസ്തു മുന്നേ കൂടെ പോവുക. ഉം. നിനക്ക് അതിൻ്റെ മുന്നിലിരിക്കാനുള്ള യോഗ്യതയിൽ നീ തന്നെ മനസ്സിലാക്കാദ്യം, ഉം. അല്ലേ? ഉം. അപ്പോൾ മാറിയിരിക്കേ. ഉം. യൂത അവിടെങ്കിൽ ഇരുന്നോട്ടെ, നീ ഉം. ഇതാണെങ്കിൽ ഇരുന്നോട്ടെ. പാവമില്ലേ, പാവമില്ലേ? അങ്ങനെ ഉണ്ടോ കർത്താവ്? ഇല്ല, അറിയാൻ പറഞ്ഞു. യൂദായി പറഞ്ഞു വിട്ടതിന് ശേഷമാണ് സിറ്റുവേഷൻ അറേഞ്ച് ചെയ്യേണ്ട ഒന്നാമത്തെ. ഉം. അതെപ്പോഴാണ്? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഒരു പാട്ടിൻ്റെ ചില അടികൾ പാടുമ്പോൾ ഉം. എന്ത് ചെയ്യണം? ക്രമീകരണം സിറ്റിംഗ് അറേഞ്ച്മെന്റ് വരുത്തണം. ഈ ക്രമീകരണം വരുത്തിയ ശേഷം കേട്ടോണേ, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന 2 വേദഭാഗങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് വായിക്കണം. ഒന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നും ഒന്ന് ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്നും. വായിച്ച ശേഷം ശുശ്രൂഷകൻ ഗത്സമന തോട്ടം മുതൽ ഗോൽഗോഥ വരെ ജനത്തെ കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ കൂടെ പോകണം. ആ രാത്രി മുഴുവനും അടുത്ത പകലിൻ്റെ ഏതാണ്ട് പകുതിയാവുകയുള്ളൂ. ആ തിരുശരീരത്തിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ഇവരെ പറഞ്ഞു കേൾപ്പിക്കണം. ലാസ്റ്റിൽ വരുമ്പോൾ എല്ലാവരും ഹൃദയം കർത്താവിനോട് നന്ദിയും സ്നേഹം കൊണ്ട് നിറഞ്ഞ് കണ്ണുനീരിൽ നിറഞ്ഞ് കർത്താവിൻ്റെ കാൽക്കൽ വീഴുന്ന ഒരു സമയമുണ്ടാകും. ഇതാ ശുശ്രൂഷ. മനസ്സിലായ? ആ സമയത്ത് ഒരുത്തൻ അഥവാ അവിടെ എടുക്കാൻ വേണ്ടി ഇരിക്കുക, അവനോട് പറയണം, അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്താൽ
നീ കർത്താവിന്റെ ശരീരം സംബന്ധിച്ച് രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. കുറ്റക്കാരനാണ്. അപ്പൊ നീ തന്നെത്താൻ വിധിക്കണം. ഉം. ഞാനിതിന് അർഹനല്ല, ഈ ആഴ്ച എനിക്ക് ക്രമീകരിക്കാൻ ബാക്കിയുണ്ട്, അത് ക്രമീകരിച്ചിട്ട് അടുത്ത ആഴ്ച എടുക്കാമെന്ന് പറഞ്ഞ് നീ അങ്ങ് മാറിക്കോളാം. ഉം. വാട്ട്? ഉം. അതാ ശിശുവിന്റെ ഒരു പാർട്ട്. ഉം. അപ്പൊ നമ്മള് ഇനിയും അപ്പവും വീഞ്ഞും വാഴ്ത്തുന്ന ശുശ്രൂഷയാണ്. ഉം. അപ്പം വീഞ്ഞും ആ ശുശ്രൂഷ വരുമ്പോ ഈ അപ്പം നമ്മള് കരങ്ങളിൽ എടുത്തുകൊണ്ട് ഉം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളെ പറ്റി ഒരു പ്രാവശ്യം കൂടെ, അമ്മയത്തെ അടികളെ പറ്റി ഒരു പ്രാവശ്യം കൂടെ പറയണം. ഉം. ശരീരത്തിനേറ്റ ദണ്ഡനങ്ങളെ പറ്റി പറയുമ്പോൾ ആ ശരീരത്തെ തന്നെ ധ്യാനിക്കുക. ഉം. പീലാത്തോസിന്റെ പ്രക്ഷോഭത്തെ വെച്ച ആദ്യത്തെ അടി, ഉം. സോറി, അന്നാസിന്റെ അരമനയിൽ വെച്ച ആദ്യത്തെ അടി, ഉം. അടി തീരുന്ന പീലാത്തോസിന്റെ പ്രക്ഷോഭത്തിൽ വെച്ച, അവിടെ മുതൽ ആ ശരീരത്തിലേറ്റ മുറിവുകളെല്ലാം ധ്യാനിക്കണം. ഉം. ഓരോ മുറിവുകളെയും ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ശിശുരൻ പറയുന്നത്, ഇത് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരത്വം. കർത്താവ് ഒരുവോളം തന്റെ ഓർമ്മയെ പ്രസ്താവിക്കുന്നു. ഉം. ഈ അപ്പം ഒന്നാകുന്നതുകൊണ്ട് പലരാകുന്ന ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. നമ്മുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പിന്. ഉം. യേശു ക്രിസ്തുവിന്റെ ശരീരം കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിച്ച് അനുഗ്രഹം പ്രാപിപ്പിക്കുന്നു. ഈ വേർഡ്സ് എല്ലാം വളരെ സീരിയസ് ആണ്. ഉം. എന്നിട്ട് മുറിച്ച് കൊടുക്കുന്നത്. ഉം. ഈ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ തിരുവത്താഴത്തിന്റെ പഴയ പാട്ടുകൾ പാട്ട്. പാടുന്നത്. ഉം. ഇപ്പൊ പാടുന്ന കേട്ട് കഴിഞ്ഞാൽ പകരം എന്തു ചെയ്യും ഞാനിനിയും. എടാ, നിന്നോടൊന്നും പകരം ചെയ്യാൻ പറഞ്ഞിട്ടില്ല, മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. ഇത് എവിടുന്ന് എടുക്കുന്ന പാട്ടാ? തിരുവത്താഴത്തിന്റെ പാട്ടാ. ഉം. കുരിശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ എന്താന്ന് ഒരു കുന്തം കണ്ടില്ല. ഉം. പകരം എന്തു ചെയ്യും, ദേശത്തെങ്ങും പോകും, സൂര്യൻ ഇവിടെ ദേശത്ത് പോകും സുവിശേഷമായിട്ട്. ഇപ്പം വീഡിയോ വരികയാണെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് ഉം. ദേശത്തെങ്ങും പോകും സുവിശേഷമായിട്ട്. ഉം. എന്നിട്ട് ആ ശുശ്രൂഷ കഴിഞ്ഞു, പ്രാർത്ഥിച്ചു. അടുത്തതാണ് പാനപാത്രം. അവിടെ വരുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട പുതിയ നിയമത്തിന്റെ രക്തം, ഇതിൽ നിന്ന് വാങ്ങി കുടിച്ച് അനുഗ്രഹം പ്രാപിപ്പിനെന്ന് പറഞ്ഞ് പാട്ടും പാടും. വീഞ്ഞ് വാഴ്ത്തുകാരൻ പറഞ്ഞല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് അവർ എഴുന്നേറ്റ്, നമുക്കിപ്പോൾ ആ പഴയ സ്വോത്രഗീതം പാടാൻ ഒക്കത്തില്ലെങ്കിലും ഒരു പ്രത്യാശ ഗാനം പാടി സഹോദരന്മാരെന്നെയും സഹോദരിമാരെന്നെയും നമ്മുടെ കൾച്ചർ അനുസരിച്ച്. യൂറോപ്പിൽ വേറെ കൾച്ചർ, അത് അവിടെ ചെല്ലും മതി, ഇവിടെ ഇപ്പം വേണ്ട. യൂറോപ്പിൽ ചെല്ലുമ്പോൾ എന്തുമായിക്കോട്ടെ, അവരുടെ കൾച്ചർ, അവർ കൾച്ചർ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് കൾച്ചർലെസ്നെസ് എന്നാണ്. പലപ്പോഴും യൂറോപ്യൻ കൾച്ചർ എന്ന് പറയുന്നത് അത് കൾച്ചറാണോ? അതാണ് കൾച്ചർ, അത് കൾച്ചർലെസ്നെസ്. അവിടെ പോയിക്കോട്ടെ, ഇവിടെ ഇത് പെർമിറ്റഡ് അല്ല. റൈറ്റ്? അപ്പൊ ചോദ്യം, ഏത് ശരീരത്തെ വിവേചിക്കണം? വിവേചിക്കുന്ന ഡിസൈൻ. നിന്റെ ശരീരത്തെയാണോ? അത് ആദ്യം കഴിഞ്ഞു. ഏത് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് കഴിക്കുകയും പാനപാത്രം കുടിക്കുകയും. തന്നെത്താൻ ശോധനയുടെ സാഹിത്യം ആദ്യം കൊടുത്തല്ലോ. രണ്ട്, ഈ അതിന്റെ വചന ശുശ്രൂഷ സമയത്ത് നീ യോഗ്യനാണോ നിനക്ക് വീണ്ടും അറിയാൻ വേണ്ടി ടൈം കൊടുത്തല്ലോ. അപ്പോഴൊക്കെ നിനക്ക് മാറാം. ഇനി ശുശ്രൂഷ തുടങ്ങി, ആ ശരീരത്തിൽ മാത്രം ഫോക്കസ് ആയിട്ടിരിക്കുക.
ഉം. വേറെ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനും ചിന്തിക്കാനും നിനക്ക് യു ഹാവ് നോ പെർമിഷൻ ഫോർ എനിത്തിങ് എൽസ്. Yes. സീറോ പെർമിഷൻ ഫോർ എനിത്തിങ് എൽസ്. ഇനിയും അത്രയത്തിനുള്ള സമയം നിങ്ങൾക്ക് തിരുവത്താഴത്തിന് എടുക്കാനില്ല. ഉം. നടത്തണ്ടെന്നേ. Yes. Yes. True. Yeah. തിരുവത്താഴം നടന്ന ശുശ്രൂഷനെ അറിയത്തില്ല എന്ന് തിരുവത്താഴം ഉണ്ടെന്നുള്ള കാര്യം ഉം. ഇല്ലയോ? അപ്പൊ 25 പാട്ട് ആദ്യം പാടണ്ട. അതെ. തീർന്നല്ലോ. ഒരു പാട്ട് 12 പാട്ട് പാടിയാൽ മതി. ഉം. 5 പേര് പ്രാർത്ഥിക്കണ്ടെന്ന് ഉം. ഒരാൾ പ്രാർത്ഥിച്ചാൽ മതിയെന്നേ. ഉം. അല്ലേ? ഉം. വചന ശുശ്രൂഷ അന്നും കുറയ്ക്കാം. എന്തുകൊണ്ട്? ഉം. 25 വചന ശുശ്രൂഷ ഉണ്ടല്ലോ. ഉം. സങ്കീർത്തനം എന്താ നമുക്ക് പ്രസംഗിക്കണ്ടെന്നേ. ഉം. നാളെ ഉണ്ടല്ലോ സങ്കീർത്തനം. ഉം. നമ്മളിവിടെ ഉണ്ടല്ലോ, മീറ്റിംഗ് ഉണ്ടല്ലോ. ഉം. അല്ലേ? ഇനി ചോദ്യം, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവന് ശരീരത്തെ വിവേചിക്കാൻ ശിക്ഷാവിധിന്റെ ഇത് നിങ്ങൾ അനേകം രോഗികളാകും നിദ്ര പ്രാപിക്കുകയും ചെയ്യുന്നു. ഉം. അല്ലേ? ഉം. അപ്പം ഈ കർത്താവ് നിങ്ങളെ ബാലശിക്ഷ കഴിക്കുകയാണത്. ഉം. എന്തുവാ ബാലശിക്ഷ? എന്തുവാ ബാലശിക്ഷ? കൊച്ചിന് പിടിച്ച് 2 അടി കൊടുത്തു. ഉം. ചെയ്യരുതെന്ന് പറയുന്ന ബാലശിക്ഷ. അല്ലേ? തൂക്കിക്കൊല്ലാൻ മജിസ്ട്രേറ്റ് വിധിച്ചു. ബാലശിക്ഷയാണോ? അല്ല, ശിക്ഷയാണ്. ഉം. അല്ലേ? വിധിയാണ്, ന്യായവിധിയാണ്. അതെ. ഉം. ന്യായവിധിയാ. കോടതി സമർപ്പിച്ച വിധിയാണ്. അൾട്ടിമേറ്റ്. ഇത് നമ്മൾ കൊടുത്ത ശിക്ഷ ബാലശിക്ഷയാ. ബാലശിക്ഷ നിനക്ക് കിട്ടിയെങ്കിൽ നീ രക്ഷപ്പെട്ടു. ഓക്കെ. നീ ചില തെറ്റുകൾ നിനക്ക് വെളിപ്പെട്ട് കിട്ടിയില്ല. ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിഞ്ഞില്ല. നീ പോയി ഇതെടുത്തു. തിരിച്ചു വന്നപ്പോൾ നിനക്ക് വല്ലാത്ത ദീനവും കാര്യങ്ങളും ഉണ്ടായി. ചേട്ടാ, ഇതിനിപ്പോ എങ്ങനെയാ വന്നത്? ഇന്ന കാര്യങ്ങൾ ക്രമീകരണം വരുത്തുന്നതാണല്ലോ തിരുവത്താഴം എടുത്തത്. ദൈവത്തിന് പോയി മുട്ടുകുത്തി കരയണം. തെറ്റിപ്പോയി. അപ്പൊ ആ തെറ്റിപ്പോയി. മറ്റവന്റെ പ്രാർത്ഥന സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു. ബാലശിക്ഷ. ബാലശിക്ഷ തീർന്നു. ഇപ്പം ബാലശിക്ഷ ദൈവം കൊടുക്കുന്നില്ലെന്ന് നിർത്തിയെന്ന്. എന്തിനാ ബാലശിക്ഷ നിർത്തിയെന്തിനാ? ഇവനെ തട്ടിക്കളയാൻ വെച്ചിരിക്കുക ദൈവം. മനസ്സിലായി? ഇവന്റെ കയ്യിലിരിപ്പ് കണ്ടിട്ട് ഇവൻ മേപ്പോട്ട് വരത്തില്ല, ഉറപ്പാ. ഇവനെ ഒരു കാരണവശാലും അവിടെ എടുക്കാൻ നോക്കുകയല്ല. ഈ പുള്ളി എന്തോ ചെയ്യുന്ന ഒരു പിടിയില്ല. കാരണം എന്താ? ഈ പുള്ളി മേപ്പോട്ട് എടുക്കാൻ ഒക്കത്തില്ല. സാത്താൻ പറഞ്ഞ് എനിക്ക് ഒരു ഉപകാരം ചെയ്തു, ഇവന്റെ നരകത്തോട്ട് വിടരുത്. കാരണം എന്താ? അവിടെ സഹിക്കാൻ ഒക്കത്തില്ല. അത്ര കൂട്ടായിരുന്നു. അപ്പോ വിശുദ്ധ തിരുവത്താഴ് ശുശ്രൂഷ അയോഗ്യമായി എടുത്താൽ എന്ത് സംഭവിക്കും? മരണം സംഭവിക്കാം. ആ മരണം ഇറ്റേണൽ ഡെത്ത് ആണ്. നീ നരകത്തിൽ പോകുന്നതിനെയാണ്. അപ്പൊ തിരുവത്താഴ്ചയുടെ ഗൗരവം എന്താ? ഇത് എടുത്തില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. ആത്മീയമായി വളരുന്നില്ലെന്നേ ഉള്ളൂ. ആഗ്രഹിക്കുന്ന അൾട്ടിമേറ്റ് പർപ്പസ് ആയ കുഞ്ഞാടിന്റെ മണവാട്ടി എന്ന സ്ഥിതിയിൽ നീ എത്തത്തില്ല. ഓക്കെ, പക്ഷെ നിന്നിപ്പോ ഹോപ്പുണ്ട്. നീ കൂടെ കൂടെ അയോഗ്യമായിട്ട് വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിന്ന് മാറിപ്പോയിട്ട് നീ ശുശ്രൂഷ എടുക്കുക. വിശുദ്ധ പ്രമാണത്തിൽ നിന്ന് മാറിപ്പോയി. നീ വിശുദ്ധനല്ല. ശുശ്രൂഷക്കാരനും വിശുദ്ധനല്ല. നിങ്ങൾ തന്നെ കുട്ടിയും കൂടെ കരുതി ചിരട്ടക്കകത്ത്
മണ്ണ് പൊത്തിയുള്ള അപ്പനമ്മയും കളിയാ. ഉം. ഉം. എന്തെങ്കിലും കാണിക്കുന്നത് ഉം. ഇതിന്റെ ഉപദേശം പറഞ്ഞ് മനസ്സിലാക്കാതെ ഈ സാധനം ആൾക്കാർക്ക് കൊടുക്കാൻ അതെ. നിൽക്കുന്ന പ്രമാണം. ഉം. ഇതിന്റെ ഉപദേശം അറിയാൻ വേണ്ടി നിന്നോട് തൊടാൻ ആരാ പറഞ്ഞത്? ഉം. അതെ. ഇത് ഉപദേശം അറിയാൻ വേണ്ടി ഒരുത്തൻ ഇപ്പൊ ഞാൻ ചോട്ടെ, ബാംഗ്ലൂരിൽ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടെന്നിരിക്കട്ടെ, ഉം. ഡ്രൈവറെ പിടിച്ചു. ആദ്യം ചോദിക്കുക ലൈസൻസ് എടുക്കാനാ ആന്നല്ലോ. ഉം. ആദ്യം നിന്റെ ലൈസൻസ് എടുക്കാം. അത് കഴിഞ്ഞാൽ വണ്ടിയുടെ പേപ്പർ എടുക്കാൻ പറ്റുന്നത്. ലൈസൻസ് ഇല്ല. ഒറ്റ ചോദ്യം, ലൈസൻസ് നിന്നോട് കാർ ഓടിക്കാൻ ആര് പറയണമെന്നാ? ഇല്ലേ? ഉം. ഡെപ്യൂട്ടി കണ്ടെണ്ണം അന്നേരം കിട്ടും. ഉം. ഇനി ഇവൻ ലൈസൻസ് ഉണ്ട്, ഉം. ഇതൊരു ആക്സിഡന്റ്, ഉം. ലൈസൻസ് ഇല്ല, ഇത് കൊലക്കുറ്റമാണ്. ഉം. ലൈസൻസ് ഉള്ളവൻ മനഃപൂർവ്വം ഇത് ഇടിച്ചു കൊന്നാലും അത് ആക്സിഡന്റാ. ഉം. അതെ. ലൈസൻസ് ഇല്ലാത്തവൻ അറിയാതെ ഇടിച്ചു കൊന്നാലും കൊലക്കുറ്റമാണ്. അതെ. ആണല്ലോ. നിനക്ക് ഈ ശുശ്രൂഷ പ്രമാണം അറിയത്തില്ല. ഉം. നിന്നോട് ആര് പറഞ്ഞാൽ ഇത് നടത്താൻ? എടുക്കാം. ഉം. അല്ലേ? വേറെ എന്തെല്ലാം അൽക്കുലത്തെ പരിപാടികൾ നിനക്ക് രക്ഷപ്പെട്ടു പോവാം. ഉം. അല്ലെ ചോദിക്കേ. ഉം. സോ there lies the matter. Yes. അവൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തിൽ വിവേചിക്കുന്നാൽ അനേകരും നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നെങ്കിലോ നാം ലോകത്തോടുകൂടി ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവ് നമ്മളെ ബാലശിക്ഷ കിട്ടിയാൽ നീ രക്ഷപ്പെടുക. നീ മോനായിപ്പോഴും. ബാലശിക്ഷ കിട്ടുന്നില്ലെങ്കിൽ മനസ്സിലായിക്കോണം, നീ തീർന്നു. ഇപ്പൊ തന്നെ മനസ്സിലായിക്കോ, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞു. ഇപ്പം ഒരു നക്ഷല് പറഞ്ഞാൽ ഇത്രയാണ് വിശുദ്ധ 27 പറ്റി എനിക്ക് പറയാനുള്ളത്. ഒന്ന്, അയോഗ്യൻ മാറിയില്ലെങ്കിൽ അവന് മാറ്റാൻ പ്രമാണമുണ്ട്. ഒന്നാമത്തെ 27 അങ്ങനായിരുന്നു. രണ്ട്, ഫോക്കസ് ഒരൊറ്റ ശരീരമാണ്. ആ ശരീരത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് മാത്രമേ ചിന്തിക്കാവൂ. നിന്റെ യോഗ്യതയെ പറ്റി ഇതിനോട്ട് കടക്കുന്നതിന് മുമ്പ് ആ പാട്ട് പാടുന്ന സമയത്ത് ചിന്തിച്ചോണം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാൻ. നമുക്ക് നമ്മുടെ തന്നെ ശോധനയാണ് സമയം. ഇതിനെല്ലാം പ്രത്യേക സമയങ്ങളായിട്ട് തിരിച്ചാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. I think it must be clear enough. Yes. Thank you very much, sir. Explanation was brilliant. തിരുവത്താഴ ശുശ്രൂഷ, പെസഹ ആചരണം തിരുവത്താഴ ശുശ്രൂഷയായി മാറിയതും അതിലെ ഇസ്കറിയോത്തായി യൂദാവിനെ ഉൾപ്പെടുത്താതിരുന്നതും എത്രത്തോളം വിശുദ്ധിയോടെ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്നുള്ളതിന്റെ ഒരു വലിയ ഒരു തെളിവാണ്. പറഞ്ഞാണ് അതിന്റെ ശരിയെ. ഒന്ന്, പഴയ നിയമത്തിൽ നിന്ന് വിട്ട ഒരു ഉപദേശം ഇതിനില്ല. ഇതിന്റെ റൂട്ട് മുന്നേ അവിടെ കിടക്കുന്നത്. പഴയ നിയമത്തിലാണ്. അവർ 4 പ്രാവശ്യം വീഞ്ഞ് കഴിച്ചിരുന്നു. അവർ മൂന്നാമത്തെ വീഞ്ഞ് നമ്മുടെ ശുശ്രൂഷ ആരംഭിച്ചു. നമ്മൾ തുടരുകയാണ് 4ാമത്തെ സ്വർഗ്ഗത്തിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ ശുശ്രൂഷ ഭാവം മാറി, വെക്കാബിലിറ്റി എല്ലാം മാറി. അവർ ഫോക്കസ് ചെയ്ത് അവരുടെ പിതാക്കന്മാരുടെ കഷ്ടതയാണെങ്കിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട നമ്മുടെ കർത്താവിനാണ്. അവർ ശരീരം ശുദ്ധിയായിരിക്കണം എന്നുള്ളായിരുന്നു. നമ്മൾ ശരീരവും മനസ്സും ശുദ്ധിയുള്ളവരായിരിക്കണം. ഇനിയും ഈ യോഗ്യമല്ലാതെ ആരും ഇതിൽ കൈ നീട്ടരുത്. നെക്സ്റ്റ് തിങ് ഈസ്, ഇതിന്റെ പ്രമാണം മുഴുവൻ ശുശ്രൂഷ അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് തിങ് ഈസ്, ആരെങ്കിലും അയോഗ്യമായിട്ട് എടുത്താൽ അവന്റെ കാര്യം കർത്താവ് നോക്കിക്കോളും. ഇത്തരം കാര്യങ്ങൾ ഇതിന്റെ ഘനതയെ പറ്റി നമ്മളൊക്കെ ബോധവാന്മാരല്ല. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ടു മേജർ ഓൺ മൈനേഴ്സ് എന്നൊരു ടേമുണ്ട്. മേജർ ഓൺ മൈനേഴ്സ് എന്ന് പറഞ്ഞാല്
Yes. അപ്രധാനമായ കാര്യങ്ങൾ കൂടുതൽ സമയം കൊടുക്കുക, കൂടുതൽ സമയം കൊടുത്ത് ഇത് ഏറ്റവും സുപ്രധാനമായ സുപ്രധാന. കാര്യങ്ങൾക്ക് അവിടെ കുറച്ച് സമയം കൊടുക്കുക. അതെ 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 മേജർ ആൻഡ് മൈനേഴ്സ് എന്ന് പറയും. അതെ നമ്മൾ ബാക്കി കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അതെ. സമയത്തിന്റെ ഇടയ്ക്ക് വെച്ച് പിള്ളേരുടെ ഡാൻസും കളിപ്പിക്കാൻ സമയമുണ്ടോ നമുക്ക്? ഇല്ലയോ? യാതൊരു വിവരത്തിൽ അച്ഛൻ അമേരിക്ക എന്ന് പറഞ്ഞ് ആ പുള്ളിയെ ഫ്രണ്ടിലെ കസേര കൊണ്ടിരുത്തിയിട്ട് പുള്ളിയെ കൊണ്ട് നീണ്ട ഒരു അനുഭവ സാക്ഷ്യം പറയിപ്പിക്കുക. ഇതൊന്ന് അവിടെ നിന്നും ആരും ഒരു 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 എന്താണ് പറഞ്ഞ ഒരു കൊട്ടേജ് മീറ്റിംഗ് പോലും പ്രസംഗിപ്പിക്കാത്ത പുള്ളിയാണ്. നാട്ടിൽ വന്നപ്പോഴത്തേക്ക് പുള്ളി വലിയ മിഷണറി ആയിട്ട് രീതിയിലാണ് ആത്മഭാരത്തോടെ വന്നിരിക്കും. എന്തോ ഭാരം കൊണ്ടല്ല പാരയോടെ വന്നിരിക്കാൻ എനിക്ക് തോന്നുന്നു. അപ്പം ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾക്ക് സമയം കഴിയും. വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശീകരണത്തെ പറ്റി പറയാനുള്ള സമയം നഷ്ടമാക്കി വന്നിട്ട് സമയം അതുകൊണ്ട് ഓടിച്ച് നടത്താൻ പെർമിഷനുള്ള ശുശ്രൂഷ അല്ല. That is the seriousness of it. That is the seriousness of it. Yes. Thank you very much, sir, for the elaborate explanation. It is a large explanation. പക്ഷെ പറഞ്ഞല്ലോ, ഒരു 1/4 പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ശുശ്രൂഷ പ്രാധാന്യത്തെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഒരു 1/4 പോലും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഒരു സ്ക്രീനിൽ നമ്മുടെ ഒരു ലിമിറ്റഡ് ലിമിറ്റില്ലേ. ഓക്കെ. ഈ ചോദ്യകർത്താവിനോടും പ്രത്യേകം നന്ദിയുണ്ട്. കാരണം ഇത് കേൾവിക്കാർക്ക് എല്ലാവർക്കും വളരെ പ്രയോജനമായിരിക്കുമെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. ഒരു ബൈബിൾ സ്റ്റഡി പോലെ തന്നെയായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെഷന്. താങ്ക് യു വൺസ് അഗെയിൻ, സർ. ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വൺസ് അഗെയിൻ.